Hello dear students, the next line clipping algorithm we are going to discuss is midpoint subdivision line clipping algorithm. Midpoint subdivision line clipping algorithm. So, in the case of Cohen-Sutherland algorithm, we need to calculate intersection points if the line is partially in and out. And the calculation of intersection points using the equation is a very difficult process. So, we are using an alternative method in the midpoint subdivision method. Here, the intersection points are calculated using bisection method of numerical analysis. That is, we need to find the midpoint in a line segment if that line segment is partially in and out of the window boundary. Okay, so here that line that is partially in and out line need to be divided into two line segment. That is, first we have to find out a midpoint and thereby the line segment is divided into two new line segments. അതായത് ഇവിടെ മൂന്ന് കാറ്റഗറീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ലൈൻ ഈസ് കംപ്ലീറ്റ്ലി വിസിബിൾ, ദാറ്റ് ഈസ് ഇൻസൈഡ്. Second category means the line is completely outside, that is invisible. Third category is partially visible, that is partial portion of the line is outside and the other portion is inside. അപ്പോൾ ഇവിടെ നമ്മൾ മിഡ് പോയിൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ലൈനിൻ്റെ റീജിയൻ കോഡ് അസൈൻ ചെയ്യുക. ദെൻ we need to check using the region code line is completely in or out. അപ്പം ലൈനിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സും കംപ്ലീറ്റ്ലി 0 ആണെന്നുണ്ടെങ്കിൽ ഇൻ ആയിരിക്കും. രണ്ട് ലൈനിൻ്റെ എൻ പോയിൻറ്റ്സിലെ റീജിയൻ കോഡ് സെയിം പൊസിഷനിൽ 1 വരുവാണെങ്കിൽ ഔട്ട് സൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ റിസൾട്ട് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൾസോ ലൈൻ കംപ്ലീറ്റ്ലി ഔട്ട് സൈഡ് ആയിരിക്കും. അല്ലാത്ത കേസിൽ പാർഷ്യലി ഇൻ ആൻഡ് ഔട്ട് കാറ്റഗറി 3 വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് എൻ പോയിൻറ്റ്സ് നമുക്കുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിൻറ്റിൻ്റെയും സെക്കൻഡ് പോയിൻറ്റിൻ്റെ എക്സ് വാല്യൂസിൻ്റെ ആവറേജ്, ദെൻ ഫസ്റ്റ് പോയിൻറ്റിൻ്റെയും സെക്കൻഡ് പോയിൻറ്റിൻ്റെയും വൈ വാല്യൂസിൻ്റെ ആവറേജ്. താഴെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് എക്സ് എം ഈക്വൽ ടു x1 + x2/2 ആൻഡ് വൈ എം ഈക്വൽസ് y1 + y2/2. ഓക്കെ, അപ്പം നമ്മൾ എക്സ് എം വൈ എം എന്ന് പറഞ്ഞാൽ നമ്മുടെ x1 y1 x2 y2 എന്ന് പറഞ്ഞൊരു ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. This is the line x1 y1 x2 y2 and this is the midpoint which is marked as xm ym and which is calculated using this equation. Okay, അപ്പോൾ നമ്മൾ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ നമ്മൾ ആ മിഡ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലൈന് നമ്മൾ രണ്ട് ന്യൂ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ ആ ന്യൂ സെഗ്മെൻറ്റ്സ് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം ഇന്നാണോ ഔട്ടാണോ. അപ്പോൾ ഇന്നായിട്ടുള്ള പോർഷൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സേവ് ആവും, ഔട്ടായിട്ടുള്ള പോർഷൻ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടുള്ള പോർഷൻസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പോർഷൻ മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും പോർഷൻസ് ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദെൻ ഇത്രയും പോർഷൻസ് ആണ് ഔട്ട് സൈഡായിട്ട് അല്ലെങ്കിൽ പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് നമ്മൾ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുക, ഫർദറായിട്ട് വരുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് ചെക്ക് ചെയ്യുമ്പം കാറ്റഗറി 1 2 ആണ് വരുന്നതെങ്കിൽ സേവ് ഓർ ഡിസ്കാർഡ് ചെയ്യുക. കാറ്റഗറി 3 വരുവാണെങ്കിൽ വീണ്ടും മിഡ് പോയിൻറ്റ്സ് ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കണം അണ്ടിൽ ഓൾ ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ്സ് ആർ either വിസിബിൾ ഓർ ഇൻവിസിബിൾ ആകുന്നവരെ. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് ലാസ്റ്റ് എല്ലാ സെഗ്മെൻറ്റ്സും ഇൻവിസിബിൾ അല്ലെങ്കിൽ വിസിബിൾ ആവും, നമുക്ക് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സും കിട്ടും. സോ ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിന് ഇടയ്ക്കുള്ള പോർഷൻസ് നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ, so here the line segment is divided at its midpoint into two line segments. Then the clipping categories, that is clip category 1, category 2 and category 3 of the new line segment need to be determined. Each segment in category 3 is again divided into smaller segments and again categorized. The bisection and the categorization process continues until all segments are in category 1 or in category 2. Then the midpoint coordinates xm ym of a line segment joining P1 x1 y1 and P2 x2 y2 are given by xm equal to x1 plus x2/2 and ym equals y1 plus y2/2. Okay, then midpoint subdivision algorithm. First step is read two endpoints of the line. Line രണ്ട് endpoints x1 y1 and x2 y2. Then read two corners of the window. That means if this is the window, this is wx1 wy1 and this is wx2 wy2.
sorry, read two corners left top, that is here, left top and right bottom, x1 y1 then x2 y2. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ആ വിൻഡോയുടെ ലെഫ്റ്റ് ടോപ്പിലുള്ളയും റൈറ്റ് ബോട്ടത്തിലുള്ളയും കോർണേഴ്സ് റീഡ് ചെയ്യുക. ദെൻ വി ഹാവ് ടു അസൈൻ റീജിയൻ കോഡ്സ് വിത്ത് ലൈൻ പോയിൻറ്റ്സ് യൂസിങ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. ദാറ്റ് ഈസ് ഒരു ലൈനിൻ്റെ റീജിയൻ കോഡ് അസൈൻ ചെയ്യുമ്പോൾ ഇനിഷ്യൽ വാല്യൂ 0000 ആണ് കൊടുക്കുന്നത്. ദെൻ 4 കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ എക്സ് ലെസ് ദാൻ WX1 ആണെങ്കിൽ ബിറ്റ് 1 സെറ്റ് ചെയ്യുക. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ WX2 ആണെന്നുണ്ടെങ്കിൽ ബിറ്റ് 2 ചെക്ക് ചെയ്യുക. വൈ ലെസ് ദാൻ WY1 ആണെങ്കിൽ ബിറ്റ് 3 സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യുക മീൻസ് 1 ആക്കുക. വൈ ഗ്രേറ്റർ ദാൻ WY2 ആണെങ്കിൽ ബിറ്റ് 4 സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ കോഹൻ സുദർലാൻഡിൽ പഠിച്ച പോലെ XW മീൻ XW മാക്സ്, YW മീൻ YW മാക്സിന് പകരം നമ്മൾ WX1 WY1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 4 കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. 4 കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് റീജിയൻ കോഡ് അസൈൻ ചെയ്യും. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, if the region code for both endpoints are 0, then the line is completely visible and draw the line and go to step 6, that is stop. Then if the region codes for the endpoints are not 0 and the logical AND operations is also non-zero, then the line is completely invisible and reject the line. Okay, then if the region code for two endpoints do not satisfy the above conditions A and B, the line means the line is partially visible. So we have to divide, fifth step, we have to divide the partially visible line segment into equal parts and repeat the step 3 through 5 for both subdivide line segments until you get completely visible and completely invisible line segments. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ പറയുന്ന അൽഗോരിതത്തിൽ പറയുന്ന ഫസ്റ്റ് ലൈൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് റീഡ് ചെയ്യുക. ദെൻ നമ്മുടെ വിൻഡോൻ്റെ ബൗണ്ടറീസ് കോർണർ പോയിൻറ്റ്സ് റീഡ് ചെയ്യുക. ദെൻ റീജിയൻ കോഡ് അസൈൻ ചെയ്യുക. റീജിയൻ കോഡ് അസൈൻ ചെയ്തിട്ട് റീജിയൻ കോഡ് 200 ആണെങ്കിൽ ഇന്നായിരിക്കും. റീജിയൻ കോഡിൻ്റെ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ടായിരിക്കും, അല്ലെങ്കിൽ പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടായിരിക്കും. പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടിൻ്റെ കേസിൽ നമ്മൾ മിഡ് പോയിൻറ്റ് ഫൈൻഡ് ചെയ്യുക. മിഡ് പോയിൻറ്റ് ഫൈൻഡ് ചെയ്തിട്ട് വീണ്ടും എന്താണ് ഈ റീജിയൻ കോഡൊക്കെ അസൈൻ ചെയ്ത് പാർഷ്യലി ഇൻ ആണോ ഔട്ടാണോ, ദെൻ കംപ്ലീറ്റ്ലി ഔട്ടാണോ കംപ്ലീറ്റ്ലി ഇൻ ആണോ ചെക്ക് ചെയ്യാം. ഇൻ കേസ് വീണ്ടും പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടാണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അണ്ടിൽ എല്ലാ സെഗ്മെൻറ്റ്സ് ഇൻ ഓർ ഔട്ട് ആവുന്ന കേസ് വരെ. ഓക്കെ, ദിസ് ഈസ് ദ മിഡ് പോയിൻറ്റ് സബ്ഡിവിഷൻ അൽഗോരിതം. ഓക്കെ, then next consider an example. A clipping window ABCD is specified as A00, B40, C40 and D040. Using midpoint subdivision algorithm, we need to find the visible portion of the line segment joining the points P minus 10, 20 and Q 50, 10. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലിപ്പിംഗ് വിൻഡോയുടെ പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 0, 40, then 40, 0, then 0, this point is 0, 0, then 40, 0, then 40, 0, 40. 4 പോയിൻറ്റ്സ് ABCD തന്നിട്ടുണ്ട്. ലൈൻ സെഗ്മെൻറ്റും തന്നിട്ടുണ്ട്, -10, 20 ആൻഡ് 40, 0. അപ്പോൾ നമ്മൾ ഈ ലൈൻ സെഗ്മെൻറ്റ് നോക്കുമ്പോൾ P എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഓഫ് ദ വിൻഡോ, സോ ദ റീജിയൻ കോഡ് ഈസ് 0001 ആൻഡ് Q ഈസ് റൈറ്റ് ഓഫ് ദ വിൻഡോ, സോ ദ റീജിയൻ കോഡ് ഈസ് 0010. നമ്മളതിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സും കംപ്ലീറ്റ്ലി 0 അല്ലാത്തത് കൊണ്ട് ആൻഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ദെൻ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് non-zero അല്ല 0 ആണ്. അതിനർത്ഥം എന്താണ്? ദ ലൈൻ എന്ന് പറഞ്ഞാൽ പാർഷ്യലി വിസിബിൾ ആണ്. പാർഷ്യലി വിസിബിൾ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈനിൻ്റെ എൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. എൻ പോയിൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് വാല്യൂ ബൈ 2 ആൻഡ് വൈ വാല്യൂ ബൈ 2. സോ മിഡ് പോയിൻറ്റ് ഈസ് 20, 50 എന്ന് പറഞ്ഞാൽ മിഡ് പോയിൻറ്റ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് 2 സെഗ്മെൻറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. അതിലേതെങ്കിലും ഒരു സെഗ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 2 സെഗ്മെൻറ്റാണ് എടുക്കുന്നതെങ്കിൽ വീണ്ടും അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പോയിൻ്റ് ആയിരിക്കാം മേ ബി കിട്ടുന്നത്. അപ്പോൾ ആ പോയിൻ്റ് കിട്ടുമ്പോൾ എന്താ, നമ്മൾ ഇത്രയും പോർഷൻസ് ചെക്ക് ചെയ്യുമ്പം
ഓക്കെ, 2 സെഗ്മെൻറ്റ്സ് കിട്ടി. ഇനി ഇത്രയും പോർഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റീജിയൻ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇൻ ആയിരിക്കും. ദെൻ ഇത്രയും പോർഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും കംപ്ലീറ്റ്ലി ഇൻ ആൻഡ് ഔട്ട് ആയിരിക്കും. സോ വീണ്ടും നമ്മൾ റീജിയൻ കോഡ് മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇൻ കേസ് ഈ ഒരു പോർഷനാണെന്ന് വയ്ക്കുക. അപ്പോൾ ഇത്രയും പോർഷൻസ് എന്തായിരിക്കും? ഔട്ട് സൈഡ് ആയിരിക്കും. ഇത്രയും പോർഷൻ നോക്കുമ്പോൾ വീണ്ടും ഇൻ ആൻഡ് ഔട്ട് ആയിരിക്കും. അപ്പോൾ വീണ്ടും അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുക. ഇത്രയും പോർഷൻസ് ഇന്നായിരിക്കും. ദെൻ ഇത്രയും പോർഷൻ മാത്രം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ മിഡ് പോയിൻറ്റ് നമുക്കിവിടെ കിട്ടി. എപ്പോഴാണോ നമുക്ക് മിഡ് പോയിൻറ്റ് ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൽ കിട്ടുന്നത്, അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു ലൈൻ സെഗ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇത്രയും വരെയുള്ള പോർഷൻസ് സ്റ്റോപ്പ് ചെയ്തു. ദെൻ നമ്മൾ ഇനി ഈ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഒരു മിഡ് പോയിൻറ്റ് കിട്ടും. അപ്പോൾ ഇത്രയും പോർഷൻസ് സേവായി. ദെൻ ഇത്രയും പോർഷൻ ചെക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു മിഡ് പോയിൻറ്റ് കിട്ടുമ്പോൾ ഇൻ കേസ് പുറത്താണ് കിട്ടുന്നതെങ്കിൽ ഇത്രയും പോർഷൻസിനെ കട്ട് ചെയ്യുക. വീണ്ടും ഇത്രയും പോർഷൻ ചെക്ക് ചെയ്യുക. മിഡ് പോയിൻറ്റ് ഇവിടെ കിട്ടും. ഇത്രയും പോർഷൻ സേവ് ചെയ്യുക. ലാസ്റ്റ് ഇത്രയും പോർഷൻസിൽ നമുക്കൊരു മിഡ് പോയിൻറ്റ് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് കിട്ടുവാണെങ്കിൽ അവിടെ സേവ് ചെയ്യുക. ദെൻ ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് 2 ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിന് ഇടയ്ക്കുള്ള ലൈൻ പൊസിഷനായിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പഠിക്കുക. മേ ബി എക്സാമിന് ചോദിച്ചേക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് -10, 20 ആൻഡ് 50, 10. -10, 20 ആൻഡ് 50, 10 ഇങ്ങനെയാണ് നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു 20, 10 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലൈൻ സെഗ്മെൻറ്റ്സ് ഉള്ളു. ഈ ഒരു ഫസ്റ്റ് പോർഷൻ നമ്മൾ സേവ് ചെയ്തിട്ട് സെക്കൻഡ് പോർഷൻ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇത് പിയും ഫസ്റ്റ് എൻഡ് പോയിൻറ്റിനെ പി എന്നും സെക്കൻഡ് എൻഡ് പോയിൻറ്റിനെ ക്യൂ എന്നും മിഡ് പോയിൻറ്റിനെ പി എം എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് പി പി എം എന്ന് വെച്ചാൽ ഇതാണ് പി എം ആയിട്ട് എടുത്തത്. ഇത് പി, ഇത് ക്യൂ. സേവ് പി പി എം എന്ന് വെച്ചാൽ ഇത്രയും പോർഷൻസ് നമ്മൾ സേവ് ചെയ്തിട്ട് ചെക്ക് പി എം ക്യൂ. ഇത്രയും പോർഷൻസാണ് നമ്മൾ നോക്കുന്നത്, പി എം ക്യൂ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് എടുക്കുന്ന എൻ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പി എം എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ്, ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ്. അതായത് അടുത്ത പുതിയ പി ക്യൂ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 20, 15 50, 10. അതായത് ഈ പോർഷനും ഈ പോർഷനും. ഇത് പി യു ആയി, ഇത് ക്യൂ ആയി. അതായത് 20, 15 50, 10. 50, 10 എന്ന് വെച്ചാൽ ഈ പോർഷൻ, 20, 10 എന്ന് വെച്ചാൽ ഈ പോർഷൻ. അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു 35, 18 ആണ്. 35, 18 എന്ന് പറയുമ്പോഴത്തേക്കും 35, 12 ആണ്. ഇൻസൈഡ് ആയിരിക്കും വരുന്നത്. ഇത് ലൈൻ 40, 40 0, 40 ആണേ. സോറി, 40, 0 ആണ്. അപ്പോൾ 40 ആണ് ഇതിൻ്റെ ബോർഡർ. അപ്പോൾ 35, 12 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമുക്ക് കിട്ടി, മിഡ് പോയിൻ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് നമ്മൾ 35, 12 50, 10 നോക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് കിട്ടിയപ്പോൾ നമ്മൾ ഇത്രയും പോർഷൻ നോക്കിയപ്പോൾ എന്താണ്? ആ പോർഷൻസ് രണ്ടും ഇൻസൈഡാണ്. ഇനി നമുക്ക് വേണ്ടുന്ന പോർഷൻ ഏതാ? ഇനി ഇത്രയും പോർഷൻസ് നോക്കുമ്പോൾ അതായത് നമ്മൾ 35, 12 എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ ഇവിടെ കിട്ടി. അപ്പോൾ അതായത് നമ്മുടെ ഇത്രയും പോർഷൻ വീണ്ടും 2 ലൈൻ സെഗ്മെൻറ്റായിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഇത്രയും പോർഷൻ നമുക്ക് നോക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഇന്നാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പോർഷനാണ്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 35, 12 50, 10. അതിൻ്റെ മിഡ് പോയിൻറ്റ് നമുക്കൊരു 42, 11 കിട്ടും. 42, 11 എന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തെ പോർഷനായിരിക്കും. ഓക്കെ, ഇനി പുറത്തെ പോർഷൻ നോക്കുമ്പോൾ എന്താ? ഈ 2 പോയിൻറ്റ്സ് നമ്മൾ എൻ പോയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ അത് ഔട്ട് സൈഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, ഇത്രയും പോർഷൻസ്, അതായത് നമ്മുടെ 35, 12 42, 11. അതിൻ്റെ മിഡ് പോയിൻ്റ് എടുക്കുമ്പോൾ നമുക്കൊരു 38, 11 കിട്ടും. 38 എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബോർഡറിൻ്റെ അകത്തായിട്ട് വരും. 38, 11 കിട്ടി. ഇനി നമ്മളെന്താ ഇത്രയും പോർഷൻ നോക്കുമ്പോൾ നമുക്കത് സേവ് ചെയ്യാം. 32, 11 തൊട്ട് നമ്മുടെ 32, 11 തൊട്ട് 42, 11 വരെ വീണ്ടും ഇൻ ആൻഡ് ഔട്ട് എന്നുള്ള രീതിയിലേക്ക്. ദെൻ അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് 40, 11 എന്ന് പറഞ്ഞാൽ 40 എവിടെ ടച്ച് ചെയ്തു? നമ്മുടെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൽ ടച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് കിട്ടി. ഓക്കെ, ദെൻ ഇത്രയും പോർഷൻസ് നമ്മൾ പ്രോസസ്സ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് കിട്ടിയത്. അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ ബാക്കി എന്താ? അത് -10, 20 ഉണ്ട്,
നമ്മുടെ 2015 ഉണ്ട്. ഓക്കെ, അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 517 ആണ്. 517 ഇൻസൈഡുള്ള പോർഷൻ. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയും പോർഷൻസ് ഇൻസൈഡാണോ? ഇപ്പോൾ ഈ പോർഷൻ ഇൻസൈഡ് ആണെന്ന് അറിയുന്ന റീജിയൻ കോഡ് വെച്ചിട്ടാണ് അത് ഇൻസൈഡാണ്. നമുക്ക് ഇത്രയും പോർഷൻസാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ലൈൻ സെഗ്മെൻറ്റ് നോക്കുമ്പോൾ അത് കാറ്റഗറി 3യിൽ വരുന്നത് കൊണ്ടാണ് ആ കാറ്റഗറി 3യിലുള്ളതിന് വീണ്ടും നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത്. അതായത് -10, 20, 517. അപ്പോൾ എന്ത് കിട്ടും? നമുക്കൊരു -318 എന്ന് പറഞ്ഞാൽ പുറത്ത് പോർഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സെഗ്മെൻറ്റ് കിട്ടിയേ. 2 സെഗ്മെൻറ്റ് കിട്ടുമ്പോൾ ഇത്രയും പോർഷൻ, ഈ സെഗ്മെൻറ്റ് നോക്കുമ്പോൾ അതെന്താ കാറ്റഗറി 2യിൽ വരും, ഔട്ടാണ്. ഇത്രയും പോർഷൻ നോക്കുമ്പോൾ അത് വീണ്ടും കാറ്റഗറി 3യിൽ വരും, ഇൻ ആൻഡ് ഔട്ട്. ഓക്കെ, അപ്പം -318ഉം 517 തമ്മിൽ വീണ്ടും നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടി. അപ്പം നമുക്കൊരു 117 കിട്ടി. 117 എന്ന് വെച്ചാൽ കുറച്ചകത്ത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ 2 പോയിൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇത്രയും പോർഷൻസ് നമ്മൾ സേവ് ചെയ്യുക. ദെൻ ഇത്രയും പോർഷൻസാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് നമ്മുടെ -318ഉം 117. അപ്പോൾ നമുക്കൊരു -117 കിട്ടും. അതായത് പുറത്തുള്ളൊരു പോർഷൻ കിട്ടും, -117. ദെൻ വീണ്ടും ഒരു ഇതേപോലൊരു ചെറിയ പോർഷൻ വരും, അതായത് -117ഉം 117ഉം. അപ്പോൾ 017 എന്ന് കിട്ടി. 017 എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആയിരിക്കും. സോ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ 2 ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കിട്ടി, 017ഉം കിട്ടി, നമ്മുടെ 4011 കിട്ടി. അത്രയും പോർഷൻസ് ആയിരിക്കും നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എഴുതി തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ജസ്റ്റ് ഒന്നുമില്ല, ഒരു ലൈൻ സെഗ്മെൻറ്റ് കിട്ടുമ്പോൾ ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുമ്പോൾ അത് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ആ 2 പാർട്സും വീണ്ടും ഏത് കാറ്റഗറിയിൽ വരുന്നെന്ന് നോക്കുക. അതിൽ കാറ്റഗറി 1 ആണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട, സേവ് ആയിക്കോളും. കാറ്റഗറി 2 ആണെങ്കിൽ ക്ലിപ്പ് ചെയ്യുക. കാറ്റഗറി 3 പാർഷ്യലി ഇൻ ആൻഡ് ഔട്ടാണ് വരുന്നത്, വീണ്ടും ഇതേപോലെ അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മിഡ് പോയിൻറ്റ്സ് ഇങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇത് എല്ലാം ഒന്നുകിൽ ഔട്ട് അല്ലെങ്കിൽ ഇന്നൊന്നും വരും. ലാസ്റ്റ് നമുക്ക് 2 ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ 1 ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് കിട്ടും. സോ ആ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് മുതൽ ഉള്ള പോർഷൻസ് ഇൻ ബിറ്റ്വീൻ ദ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് ഇൻസൈഡ് പോയിൻ്റ് ആയിരിക്കും നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഇതാണ് മിഡ് പോയിൻറ്റ് സബ് ഡിവിഷൻ അൽഗോരിതം. ഓക്കെ, താങ്ക് യു.